നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണ പോലുള്ള പകർച്ചവ്യാധികൾ ലോകമെമ്പാടും ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾക്കൊപ്പം യോഗ വിധികളും ഇന്ന് പ്രചാരത്തിൽ ഉണ്ട്. പകർച്ചവ്യാധിയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള വ്യായാമക്കുറവ് മൂലമുണ്ടാകുന്ന പല ശാരീരിക മാനസിക ക്ലേശങ്ങൾക്കും ഇത്തരം യോഗവിദ്യകൾ വളരെ ഗുണപ്രദമായി കണ്ടുവരുന്നു. ഇതിലെ ഏതാനും യോഗവിദ്യകൾ, ലളിതമായിട്ടുള്ള യോഗവിദ്യകൾ നിങ്ങൾക്കായി ഇതിലൂടെ പരിചയപ്പെടുത്തുന്നു. ശാന്തമായിട്ട് ഇതേപോലെ ഒന്ന് നിൽക്കുക. വയറുള്ളോട്ട് പിടിക്കും, തോള് നിവർത്തും, നെഞ്ചു വിരിക്കും, മുഖത്തൊരു പ്രസന്നഭാവം. ഏകാഗ്രമായിട്ട് ഇങ്ങനെ നിൽക്കുക. മനസ്സ് ശാന്തമായിരിക്കണം. ശരീരം അനക്കാതെ വയ്ക്കുക. ഇനി നിന്നുകൊണ്ടുള്ള ശ്വസന വ്യായാമം ചെയ്യാം. അതിനായിട്ട് കാലിൻ്റെ തള്ളവിരലിൻ്റെ ഭാഗം കുറച്ച് വിട്ടുവയ്ക്കുക. വി ഷേപ്പിൽ പാദങ്ങൾ വയ്ക്കുക എന്ന് സാരം. ഓക്കെ. ഇനി ദീർഘമായി ശ്വാസം എടുത്ത് കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി കൈപ്പത്തി മലർത്തി തലയുടെ മേലെ കൊണ്ടുപോയി കോർത്ത് പിടിച്ചു, മറച്ച് പിടിച്ചു. ഇനി ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി കൊണ്ടുവരിക. ഇനി കാല് ശ്വാസം എടുത്ത് കൈകൾ ഉയർന്നോടുകൂടി ഹീല് നിലത്തുനിന്ന് പൊക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചെയ്തോളൂ. ശ്വാസം എടുത്ത് മേലോട്ട് കൊണ്ടുപോയി ഹീലും പൊക്കി കോർത്ത് പിടിച്ച് മേലെ നിന്ന്. ഇനി ശ്വാസം വിട്ട് പഴയ അവസ്ഥയിലേക്ക് വരിക. ഇതേപോലെ 8-10 ആവർത്തിക്കാം. ചെയ്തോളൂ. 2 3 4 5 6 7 8. Last one. Slowly relax. കണ്ണടച്ചിട്ടൊന്ന് വിശ്രമിക്കുക. ശരീര മനസ്സ് ഏകാഗ്രമാക്കുക. ശരീരത്തിലെ ഊർജ പ്രവാഹം ശ്രദ്ധിക്കുക. പ്രാണന്റെ ഓക്സിജന്റെ പ്രവാഹം ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തമായിട്ടൊന്ന് നിൽക്കുക. തിര്യക് തടാസനം. അതിനായിട്ട് പാദങ്ങൾ ഷോൾഡർ ഡിസ്റ്റൻസിൽ വിട്ടുവയ്ക്കാം. വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെയും മേലോട്ട് ഉയർത്തുക. കംഫർട്ടബിളായിട്ട് തലയുടെ മേലെ കൊണ്ടുപോയി കോർത്ത് പിടിച്ചു, മറച്ച് പിടിച്ചു. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഹീല് പൊക്കുക. എക്സേൽ ചെയ്തിട്ട് വലത് വശത്തേക്ക് ബെൻഡ് ചെയ്യുക. നേരെ സൈഡ് വലത് വശത്തേക്ക്. ഓക്കെ. ഇനി ഇൻഹേൽ ചെയ്തിട്ട് നേരെ വരിക. എക്സേൽ ചെയ്യുന്നു, അടുത്ത വശത്തേക്ക്. ആവർത്തിക്കാം. 3 മുതൽ 5 വരെ ചെയ്യാം. ഇവിടെ നമ്മൾ 3 വരെ ചെയ്യാം. ഇനി അടുത്ത ഭാഗം എക്സേൽ ചെയ്തിട്ട് ഇൻഹേൽ നേരെ വരിക. എക്സേൽ ഇട്ട് വീണ്ടും വലതോട്ട്. ഇനി ഇൻഹേൽ ചെയ്യുക, നേരെ വരിക. എക്സേൽ ചെയ്യുക, അടുത്ത സൈഡ്. ഇനി നേരെ വരിക. ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി ശാന്തമായിട്ട് ഇതേ അവസ്ഥയിൽ നിൽക്കുക. കണ്ണുകൾ അടച്ചു വെച്ചോളൂ. ശരീരത്തിലെ ഊർജ പ്രവാഹം ശ്രദ്ധിക്കുക. ശ്രദ്ധ മാറാതെ നോക്കുക. ഷോൾഡർ റൊട്ടേഷൻ. അതിനായിട്ട് കൈകൾ മുകുള മുദ്രയിൽ പിടിക്കുക. തോളുകളിൽ വയ്ക്കുക. ഇനി ഒരു ദീർഘ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുകൾ തമ്മിൽ മുട്ടിക്കുക. ഇനി ദീർഘശ്വാസം എടുത്ത് കൈകൾ മുട്ടുകൾ ഉയർത്തുക. പിന്നിലൂടെ ശ്വാസം വിട്ട് കറക്കുക. ഓക്കെ. 3 പ്രാവശ്യം ചെയ്തോളൂ. ഒരു തവണ കൂടെ. ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യൂ. പുറകിലൂടെ ശ്വാസം എടുത്ത് ഉയർത്തും, മുന്നിലൂടെ ശ്വാസം എടുക്കും. അതെ, ഒരു തവണ കൂടെ ചെയ്തോളൂ. ഓക്കെ. ഇനി കൈകൾ മുന്നോട്ട് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തികൾ മേലോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട്. 3 മുതൽ 5 വരെ ചെയ്യാം. ഓക്കെ. ഇനി കൈകൾ ഇതേപോലെ പിടിക്കുക. പത്തികൾ. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് പത്തികൾ വശങ്ങളിലേക്ക് പോകും. എക്സേൽ ചെയ്തിട്ട് ഉള്ളോട്ട്. 3 മുതൽ 5 വരെ. ഇനി കൈകൾ മുഷ്ടി മുദ്ര അല്ലെങ്കിൽ ആദ്യ മുദ്രയിൽ പിടിക്കും.
ഇനി 3 മുതൽ 5 പ്രാവശ്യം വരെ കറക്കാം ഒരു സൈഡിലേക്ക്. അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് 3 മുതൽ 5 വരെ. ഇനി ഇൻഹേൽ ചെയ്തിട്ട് മുട്ടുകൾ മടക്കി പിടിക്കും, എക്സേൽ ഇട്ട് കൊടയും, വിരലിൽ നിവർത്തും. അങ്ങനെ 3 മുതൽ 5 വരെ ചെയ്യാം. ഇനി റിലാക്സ് ചെയ്തോളൂ, ശാന്തമായിട്ട് നിൽക്കുക, കണ്ണടച്ചിട്ട് ശരീരത്തിലെ സംവേദനങ്ങളെ ശ്രദ്ധിക്കൂ. ശ്വാസം എടുത്ത് വലത് കൈ മുന്നിലൂടെ ഉയർത്തി ശ്വാസം വിട്ട് പുറകിലൂടെ താഴ്ത്തുക. അങ്ങനെ 3 മുതൽ 5 വരെ വൃത്താകൃതിയിൽ ചലിപ്പിക്കുക. ഇനി എതിർദിശ. ശ്വാസം എടുത്ത് പുറകിലൂടെ ഉയർത്തും, ശ്വാസം വിട്ട് മുന്നിലൂടെ താഴ്ത്തും. അതേപോലെ 3 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഇടത് കൈ ശ്വാസം എടുത്ത് മുന്നിലൂടെ ഉയർത്തും, ശ്വാസം വിട്ട് പുറകിലൂടെ താഴ്ത്തും. 3 പ്രാവശ്യം ചെയ്തോളൂ. 3 മുതൽ 5 വരെ ചെയ്യാം. ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി നേരെ നിൽക്കുക. ഇനി 2 കൈയും ഒപ്പം ശ്വാസം എടുത്ത് മുന്നിലൂടെ ഉയർത്തി ശ്വാസം വിട്ട് കംഫർട്ടബിളായിട്ട് പുറകിലൂടെ താഴ്ത്തുക. 3 മുതൽ 5 വരെ ചെയ്യാം. മുഖത്തൊരു പുഞ്ചിരി വെച്ച് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 3 ചെയ്താൽ മതി. ഇനി എതിർദിശ. ശ്വാസം എടുത്ത് പറ്റുന്നത് പോലെ പുറകിലൂടെ ഉയർത്തി ശ്വാസം വിട്ട് മുന്നിലൂടെ താഴ്ത്തുക. 3 മുതൽ 5 വരെ ചെയ്യാം. ഇപ്പം 3 പ്രാവശ്യം ചെയ്താൽ മതി. ഇനി നേരെ നിൽക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക, കണ്ണടച്ചിട്ട് ശരീരത്തിലെ സംവേദനങ്ങളെ ശ്രദ്ധിക്കും. അടുത്തത് കടി ചക്രാസന, ട്വിസ്റ്റാണ്. കൈകൾ കുറച്ചിങ്ങോട്ട് വിട്ട് പിടിക്കുക, ശ്വാസം എടുത്തുകൊണ്ട്. എന്നിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് വലത് വശം കൂടെ ട്വിസ്റ്റ് ചെയ്യുക. കൈ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുക. അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് അവിടെ നിൽക്കുക. ഇനി ഇൻഹേൽ ചെയ്തിട്ട് നിവർന്ന് വരിക. വീണ്ടും അടുത്ത സൈഡ് ഇതേപോലെ എക്സേൽ ചെയ്തിട്ട്. ഓക്കെ, 3 മുതൽ 5 വരെ ചെയ്യാം. ഇവിടെ 3 റൗണ്ട് ചെയ്തോളൂ. ശരീരം നല്ല പോലെ ഒന്ന് പിരിക്കുക. ഒരു തവണ കൂടെ നമുക്ക് ചെയ്യാം. ഇനി റിലാക്സ് ചെയ്യുക, നേരെ നിൽക്കുക. ഒന്ന് റിലാക്സ് ചെയ്യൂ. അടുത്തത് ഹിപ്പിൽ കൈകൾ വയ്ക്കുക. ഓക്കെ, വയറൊതുക്കി പിടിച്ചു, നെഞ്ചും തോളൊക്കെ നിവർത്തി. ഇൻഹേൽ ചെയ്തുകൊണ്ട് ഹിപ്പിനെ മുന്നോട്ട് തള്ളി പുറകോട്ട് വളയാം. അർദ്ധചന്ദ്രാസനം പോലെ ഒന്ന് വളയാം. ഓക്കെ, വളരെ കംഫർട്ടബിളായിട്ട് മാത്രമേ ചെയ്യാവൂ. ഇനി എക്സേൽ ചെയ്തുകൊണ്ട് നട്ടെല്ല് കുഴിച്ച് പിടിച്ച് മുന്നോട്ട് നോക്കിയിട്ട് താഴ്ന്നു വരിക. തറയ്ക്ക് സമാന്തരം ശരീരത്തെ കൊണ്ടുവരിക, മുന്നോട്ട് നോക്കുക. ഈ പൊസിഷനിൽ അവിടെ നിൽക്കുക. ഇനി പ്രയാസമില്ലെങ്കിൽ മാത്രം പതുക്കെ വേണമെങ്കിൽ തല താത്താം. മുഖം താടി മുട്ടിൻ്റെ താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. BP ഉള്ളവർ ചെയ്യാൻ പാടില്ല, ബാലൻസ് കിട്ടുന്നില്ലെങ്കിലും ചെയ്യാൻ പാടില്ല. ഇനി ദീർഘശ്വാസം എടുത്ത് തറയ്ക്ക് സമാന്തരം തന്നെ പൊസിഷനിൽ ശരീരം കൊണ്ടുവരിക, മുന്നോട്ട് നോക്കുക. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഉയർന്നു വരിക, പുറകോട്ട് വളയുക. 2 തവണ കൂടെ ആവർത്തിക്കൂ. ഇത് 3 മുതൽ 5 വരെയൊക്കെ സാധാരണഗതിയിൽ പ്രയാസമില്ലെങ്കിൽ ചെയ്യാം. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. ഇനി പതുക്കെ വേണമെങ്കിൽ താഴാം. ഇനി ഇൻഹേൽ ചെയ്തിട്ട് നിവർന്നു വരിക, പുറം കുഴിച്ച് പിടിച്ചിട്ട് പുറകോട്ട് ഹിപ്പിനൊന്ന് തള്ളി വളയാം. ഒരു തവണ കൂടെ പ്രയാസമില്ലെങ്കിൽ ചെയ്യാം. വയറ് ഒതുക്കി പിടിക്കുക, നെഞ്ച് വിരിച്ച് പിടിക്കുക. ഇനി ഇൻഹേൽ ചെയ്തിട്ട് നിവർന്നു വരും, തറയ്ക്ക് സമാന്തരം ശരീരം കൊണ്ടുവരും, മുന്നോട്ട് നോക്കും. ഇനി പതുക്കെ പുറകോട്ട് വളഞ്ഞ് ഹിപ്പിനെ മുന്നോട്ട് തള്ളി. ഇനി പതുക്കെ വിശ്രമാവസ്ഥയിൽ വരിക, കൈകൾ താഴ്ത്തി വയ്ക്കുക, ശാന്തമായിട്ട് കണ്ണടച്ച് റിലാക്സ് ചെയ്യുക, ശരീരത്തിലെ സംവേദനങ്ങളെ ശ്രദ്ധിക്കുക. അടുത്തത് ഹിപ്പിനെ വശങ്ങളിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്ത് പിടിക്കുന്നതാണ്. അതിനായിട്ട് കൈകൾ ഹിപ്പിൽ വയ്ക്കുക, സോഫ്റ്റായിട്ട്. ഇനി ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളോട്ടെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലത് വശത്തേക്ക് വളയ്ക്കുക, ഹിപ്പിനെ ഇടത് വശത്തേക്ക് ഒന്ന് തള്ളുക, സ്ട്രെയിൻ കൊടുക്കാതെ.
ഇനി ഇൻഹേൽ ചെയ്തിട്ട് നിവർന്നു വരും. അതിനനുസരിച്ച് എക്സേൽ ചെയ്തുകൊണ്ട് മറുഭാഗത്തേക്ക് സോഫ്റ്റായിട്ട് കംഫർട്ടബിളായിട്ട് വളയാം. ഇനി ഇൻഹേലിൽ നിവർന്നു വരിക. 3 മുതൽ 5 വരെ ഇതേ രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്കൊരു 3 പ്രാവശ്യം ചെയ്യാം. വളരെ കംഫർട്ടബിളായിട്ട് ശ്വാസഗതിക്ക് അനുസരിച്ച് ശരീരത്തെ നമുക്ക് ചലിപ്പിക്കാം. ഒരു തവണ കൂടെ ആവർത്തിക്കാം. ഇനി നേരെ വരിക. കൈകൾ താഴ്ത്തി വെച്ചു. കണ്ണടച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്തോളൂ. ശരീരത്തിലെ ഊർജ പ്രവാഹം ശ്രദ്ധിക്കാം. ഇനി പാദങ്ങൾ പതുക്കെ വിട്ട് വയ്ക്കുക. ഷോൾഡർ ഡിസ്റ്റൻസിൽ കംഫർട്ടബിളായിട്ട് വയ്ക്കുക. അതിനുശേഷം ഹിപ്പിൽ കൈകൾ വയ്ക്കുക. ഹിപ്പ് റൊട്ടേഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. വയറുള്ളോട്ട് പിടിക്കണം, നെഞ്ചി വിരിക്കണം, തോള് നിവർത്തണം. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഹിപ്പിനെ മുന്നോട്ട് തള്ളുക, ശരീരം പുറകോട്ട് വളയ്ക്കുക, അർദ്ധചന്ദ്രാസനം പോലെ. ഇനി പതുക്കെ വലത് വശത്ത് ഹിപ്പിനെ കൊണ്ടുപോകുക, അങ്ങനെ പുറകോട്ട് കൊണ്ടുപോകുക, ഹിപ്പ് റൊട്ടേഷൻ വൃത്താകൃതിയിൽ കൊണ്ടുവരിക. 3 മുതൽ 5 പ്രാവശ്യം ചെയ്യാം. മുന്നോട്ട് കുനിഞ്ഞു വരുമ്പോൾ എക്സേൽ ചെയ്യണം, നെഞ്ച് വിരിഞ്ഞു വരുമ്പോൾ ഇൻഹേൽ ചെയ്യണം. 3 പ്രാവശ്യം. ഒരു തവണ കൂടെ ചെയ്തോളൂ. ഇനി നേരെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ ഇടത് വശത്ത് കൂടെ കൊണ്ടുപോകും. ഇവിടെ ശ്വാസഗതി മുന്നോട്ട് കുനിയുമ്പോൾ എക്സേൽ ചെയ്യും, നിവർന്നു വരുമ്പോൾ ഇൻഹേൽ ചെയ്യുക. ഒരു തവണ കൂടെ ചെയ്തോളൂ. ഒരു തവണ ചെയ്തിട്ട് നേരെ വരിക, റിലാക്സ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. കൈകൾ താഴ്ത്തി വെച്ചോളൂ. ഓക്കെ, ഇനി കൈകൾ വീണ്ടും സോഫ്റ്റായിട്ട് ഹിപ്പിൽ വയ്ക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് വലത് കാല് പുറകോട്ട് കൊണ്ടുപോകുക, ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട്. അങ്ങനെ 3 പ്രാവശ്യം. 3 മുതൽ 5 വരെയൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം കംഫർട്ടബിളായിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത കാലം അതേപോലെ 3 മുതൽ 5 വരെ. അതെ, വളരെ കംഫർട്ടബിളായിട്ട് ഒരെണ്ണം കൂടെ. ഇനി നേരെ നിൽക്കുക. കൈകൾ അതേപോലെ തന്നെ വയ്ക്കുക. ഇനി ദീർഘശ്വാസം എടുത്ത് വലത് കാല് വലത് വശത്തേക്ക് കൊണ്ടുപോകും, ശ്വാസം വിട്ട് താഴ്ത്തി വയ്ക്കും. അടുത്ത കാലം അതേപോലെ. ഓക്കെ, 2 റൗണ്ട് കൂടെ ചെയ്യൂ. 3 മുതൽ 5 വരെയൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ 3 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, 2. ഇനി അടുത്തത് റിലാക്സ്. ഇനി വിശ്രമിക്കൂ. കൈകൾ താഴ്ത്തി വയ്ക്കൂ, കണ്ണടച്ചിട്ട് റിലാക്സ് ചെയ്യൂ. കൈകൾ സോഫ്റ്റായിട്ട് വീണ്ടും ഹിപ്പിൽ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് മുട്ട് കഴിയുന്നത്ര കംഫർട്ടബിളായിട്ട് ഉയർത്തുക. എക്സേൽ ചെയ്തുകൊണ്ട് അതേപോലെ കൊടുന്ന് വയ്ക്കുക. അടുത്ത കാല് താഴ്ത്തി വയ്ക്കുക. 3 മുതൽ 5 വരെ ചെയ്യാം. ഇവിടെ നമുക്ക് 3 റൗണ്ട് ചെയ്യാം. ഒരു റൗണ്ട് കൂടെ. ഇനി റിലാക്സ് ചെയ്യുക. കൈകൾ വിട്ട് വയ്ക്കുക. ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി പാദങ്ങൾ സ്വല്പം വിട്ട് വയ്ക്കുക, ഷോൾഡർ ഡിസ്റ്റൻസിൽ. ഇനി ശ്വാസം എടുത്ത് കൈകൾ മുന്നോട്ട് പിടിക്കുക, പാരലായിട്ട്. ശരി. ഇനി എക്സേൽ ചെയ്തിട്ട് മുട്ട് കംഫർട്ടബിൾ ആയിട്ട് അധികം വൈഡ് ആവാതെ ഒന്ന് ബെൻഡാക്കി പിടിക്കുക. ഇനി ഇൻഹേൽ ചെയ്തിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ വരിക. കൈകൾ അതേ പൊസിഷനിൽ തന്നെ ആവർത്തിക്കാം. 3 മുതൽ 5 വരെ ചെയ്യാം. ഇവിടെ നമുക്ക് 3 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചെയ്തോളൂ. ഇനി എണീക്കുക. ഇനി പതുക്കെ സോഫ്റ്റായിട്ട് കണ്ട് ഇരിക്കുക. ഉപവിഷ്ടാസനം. കൈകൾ വേണം നിലത്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി സുഖാസനം. സ്വസ്ഥമായിട്ടിരിക്കുക. കൈകൾ മുട്ടുകളിൽ വയ്ക്കുക. സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇനി കപാലഭാതി ക്രിയയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പഠിക്കാനായിട്ട് പതുക്കെ കണ്ണ് തുറക്കുക. ഇനി 3 ശ്വാസം ദീർഘമായിട്ട് വീണ്ടും നമുക്ക് ഉള്ളോട്ടെടുത്ത് പുറത്ത് വിടാം. ഓക്കെ, ഇനി വീണ്ടും ഒരു ദീർഘശ്വാസം എടുത്ത് വയറ് ഇങ്ങനെ തട്ടി തട്ടി ഉള്ളോട്ട് കൊണ്ടുപോയിട്ട് അതിനനുസരിച്ച് ശ്വാസത്തെ പുറത്ത് വിടണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇതേ രീതിയിൽ. ഇത് തുടക്കക്കാർക്ക് ചിലവർക്ക് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കൈകൾ വയറിൻ്റെ മേലെ പതിച്ചു വയ്ക്കുക. ഇതേപോലെ പതിച്ചു വയ്ക്കണം.
എന്നിട്ടൊരു ശ്വാസം എടുത്തുകൊണ്ട് വയറ് പതുക്കെ പതുക്കെ ഉള്ളോട്ട് അമർത്തി ശ്വാസത്തെ പുറത്തു വിടുക, എക്സേൽ ചെയ്യുക. ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഇതേപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. മുഖം അധികം ചുളിയാണ്ട് ശരീരം അധികം അനങ്ങാണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് തവണ ചെയ്യാം. ഇനി പഠിഞ്ഞു കഴിഞ്ഞാൽ കൈകൾ ചിന്മുദ്രയിൽ വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? കൈകൾ ചിന്മുദ്രയിൽ വെക്കൂ. ഇനി കപാലഭാതി പതുക്കെ പതുക്കെ ചെയ്യൂ. വയറുള്ളോട്ട് കൊണ്ടുപോയിട്ട് എക്സേൽ ചെയ്യുക. ഇതേമാതിരി. ഓക്കെ. ഇനി ധ്യാനാവസ്ഥയിൽ ഇരുന്നോളൂ, വിശ്രമിക്കൂ, നല്ല പോലെ ധ്യാനിക്കൂ. അടുത്തത് ഭസ്ത്രിക പ്രാണായാമം. അതിനായിട്ട് ഇതേപോലെ വജ്രാസനത്തിൽ ഇരിക്കാൻ കഴിയുന്നവർ വജ്രാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിംഗ് പൊസിഷനിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. തോളുകൾ നിവർത്തണം, നെഞ്ചു വിരിക്കണം, നട്ടൽ നേരെ വയ്ക്കുക, മുഖത്തൊരു പ്രസന്ന ഭാവം കൊണ്ടുവരിക. 2 കൈകളും മുഷ്ടി മുദ്രയിൽ തോളിന് ഇരുവശത്തും വയ്ക്കുക. ഓക്കെ. 3 ദീർഘശ്വാസം ഉള്ളോട്ടെടുത്ത് പുറത്തു വിടുക. ഓക്കെ. ഇനി സംശയമുള്ളവർ മാത്രം കണ്ണ് തുറക്കുക, അല്ലാത്തവർ കണ്ണ് അടച്ചിട്ടാണ് ഇരിക്കേണ്ടത്, ഭസ്ത്രിക ചെയ്യേണ്ടത്. ഇനി ഇന്ന് പറയുമ്പോൾ ശ്വാസം എടുത്ത് കൈകൾ മേലോട്ട് കൊണ്ടുപോകും, ഔട്ട് എന്ന് പറയുമ്പോൾ താഴ്ത്തി കൊണ്ടുവരും. അങ്ങനെ 15 മുതൽ 20 വരെയൊക്കെ ചെയ്യും. അതേപോലത്തെ 2 or 3 റൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇൻ ഔട്ട്, 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 ഇൻ ഔട്ട്. ധ്യാനാവസ്ഥയിലിരിക്കാം. 2 കൈകളും ചിന്മുദ്രയിൽ വയ്ക്കുക. റിലാക്സ് ചെയ്യുക. ശാന്തമായിട്ടിരിക്കൂ.